വചനമൊഴി ഏപ്രിൽ 9. വചനഭാഗം 1 യോഹന്നാൻ 2:7-11, മത്തായിയുടെ സുവിശേഷം 18:15-20. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിന്റെ സഹോദരൻ നിനക്കെതിരെ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്കു കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടിക്കഴിഞ്ഞു. അവൻ കേൾക്കുന്നില്ലെങ്കിലോ, ഓരോ വാക്കും 2-3 സാക്ഷികളാൽ സ്ഥിരീകരിക്കപ്പെടുന്നതിനു വേണ്ടി നിന്നോടൊപ്പം 1-2 പേരെ കൊണ്ടുപോകുക. അവൻ അവരെയും കേൾക്കാൻ വിസമ്മതിക്കുന്നെങ്കിൽ സഭയോട് പറയുക. സഭയെയും കേൾക്കാൻ വിസമ്മതിക്കുന്നെങ്കിൽ അവൻ നിനക്ക് വിജാതിനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഏകമനസ്കരാണെങ്കിൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, സഭാ സമൂഹത്തിലെ ജീവിത ശൈലി എപ്രകാരമായിരിക്കണം എന്ന് മത്തായി ശ്ലീഹ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഈശോ നൽകുന്ന പ്രഭാഷണം. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ചെറിയ തർക്കങ്ങളും പിണക്കങ്ങളും കുറവുകളുമൊക്കെ എപ്രകാരം പരിഹരിക്കണം എന്ന കാര്യമാണ് ശ്ലീഹ ഈശോയുടെ വാക്കുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. തിരുവചനം പറയുന്നു, നിന്റെ സഹോദരൻ നിനക്കെതിരായി തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആരെങ്കിലും നമുക്കെതിരായി തെറ്റ് ചെയ്താൽ അവനുമായി നേരിട്ട് സംസാരിക്കുകയാണ് വേണ്ടത് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. അവൻ നീ പറയുന്നത് ശ്രവിക്കുന്നെങ്കിൽ അവനെ നേടിക്കഴിഞ്ഞു. ഇനി അവൻ നിന്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ 1-2 സാക്ഷികളെ കൂടെ കൊണ്ടുപോയി അവരുമായിട്ട് ഒന്നിച്ച് ഈ പ്രശ്നം സംസാരിക്കുക. അവരെയും കേൾക്കുന്നില്ലെങ്കിൽ സഭയിലും സഭാധികാരികളുടെയും പക്കൽ അത് പറയുക. സഭയെയും കേൾക്കുന്നില്ല എങ്കിൽ മാത്രമേ സഭാസമൂഹത്തിൽ നിന്ന് ഒരു കേസ്, ഒരു പ്രശ്നം പുറത്തേക്ക് കൊണ്ടുപോകാവുള്ളൂ. സഭാസമൂഹത്തിന്റെ ജീവിതശൈലി ഇപ്രകാരമായിരിക്കണം. പരസ്പരം തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായിട്ട്, അല്ലെങ്കിൽ സഭയുടെ സഹായത്തോടുകൂടി പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, കുറവുകളെ പരിഹരിക്കുന്നതിനുള്ള പരിശ്രമം നടത്തണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷം വീണ്ടും നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് തമ്പുരാന്റെ സന്നിധിയിൽ ഏകമനസ്കരായി വർത്തിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന കാര്യമാണ് തിരുവചനം നമ്മോട് പറയുന്നത്. 2-3 പേർ ഒരുമയോടെ തമ്പുരാന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തമ്പുരാൻ അവരുടെ കൂടെ കാണും. തമ്പുരാൻ അവരുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവത്തിന്റെ സാന്നിധ്യം കൂട്ടായ്മയിലാണ്, സഹോദര്യത്തിലാണ് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. തിരുവചനമനുസരിച്ച് ജീവിക്കുവാനും ആ ജീവിതത്തിന്റെ സന്തോഷവും സംതൃപ്തിയും കൂട്ടായ്മയും അനുഭവിക്കുവാനും ദൈവത്തിന്റെ കൃപ നമുക്ക് അപേക്ഷിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.